ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് ഡേ 3 ആണ്. ഇപ്പോഴേ പാലായനം തുടങ്ങിയാണ്. നമ്മൾ വീണ്ടും കൂട് വിട്ട് കൂട് മാറുകയാണ്. അതെ. എന്തായാലും ഇന്നിനിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ നല്ല സെറ്റപ്പ് കിട്ടുമെന്ന് നോക്കി പോവുകയാണ്. കുറച്ച് ദൂരം, ഒരു 11 കിലോമീറ്റർ. ഇവിടെ നിന്ന് കുറച്ച് ദൂരെയായിട്ട് വേറെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ വഴിതെറ്റിപ്പോലും വരരുതേ എന്നാണ് നമ്മളൊരു അല്ലേ. ഇത് വളരെ വളരെ ഹൊറിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുതിയ ലൊക്കേഷനിലും പോകണം. പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഫുഡും കഴിക്കണം. അതൊക്കെയാണ് അപ്പം ഇപ്പോഴത്തെ പ്ലാൻ. ഇന്ന് കുറച്ച് എനർജി കുറഞ്ഞെന്ന് തോന്നുന്നു. ഡേ 3 ആയപ്പോഴല്ലേ. കഴിച്ചില്ല. പിന്നെ ഇന്നലെ രാത്രി 3 മണിയായി വീടെത്തിയപ്പോൾ. കളിയൊക്കെ കണ്ട് ഇതാ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്കുള്ള പ്രയാണം ആരംഭിക്കാം. നമ്മൾ ലൊക്കേഷനിൽ വന്നു. ഇവിടെ ഒരു ഓഡിറ്റോറിയം മാത്രമേ ഉള്ളൂ. ഇന്നും നമ്മൾ സ്കാമിൽ അകപ്പെടുമോ? ചിലപ്പോ ഈ മിനി ഹാളിന്റെ ഉള്ളിലാണെന്നാണ് പറഞ്ഞത്. ഇതിന്റെ അകത്തിന് പായ വിരിച്ച് തരും അവര്. കല്യാണത്തിന് ഫംഗ്ഷനിലൊക്കെ ഉള്ളത്. ഓ, ഇവിടെ താമസിക്കല്ലേ. ആ സെറ്റപ്പ് കൊള്ളാം. പടിയുണ്ട്. എല്ലാ സ്ഥലത്തും പടി, ഇവിടെ ലിഫ്റ്റും പടി. சாவி இதில் போட்டுருங்க. ஓகேண்ணா, ஏசி வரும். ஓகேவா? ഒരു ഫ്രണ്ട്ലി ഫേസിനെ കണ്ടു. അതെ, ആദ്യമായിട്ടാണ്. ബാത്റൂം റൂം ടൂർ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത. ഓക്കെ ഗൈസ്, നമ്മളിനി ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോണത്? നമുക്ക് ഇങ്ങോട്ട് നടന്നു നോക്കാം. അതാ അങ്ങോട്ട് നടക്കണം. ഞാൻ പറയുന്നു ഇങ്ങോട്ട്. ഓക്കെ ഓക്കെ ഗൈസ്, ഇവിടെ തൊട്ടടുത്തൊരു തലപ്പാക്കട്ടി നമ്മൾ കണ്ടായിരുന്നു. നമ്മള് ഒറിജിനലായിരിക്കും. ഒറിജിനൽ തന്നെ. പിന്നെ മറ്റേ പുള്ളിയുടെ തല വെച്ചേക്കുന്നത് ഒറിജിനലായി. അപ്പൊ നോക്കാം. നമുക്ക് നമ്മള് തിരുവനന്തപുരത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഇവിടെയും കയറി നോക്കാം, കമ്പയർ ചെയ്യാം. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് കമ്പയർ ചെയ്യാം. ഇതാണ് ദിണ്ടിക്കൽ. അപ്പോൾ ഫുഡ് കഴിക്കാം. എന്താണ് കഴിക്കണത്? ബിരിയാണി സ്പെഷ്യൽ ലെവൽ. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി. ഇവിടെ പക്ഷേ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടല്ലേ. ഒരുപാട് ഓപ്ഷൻ. നമ്മളെ തിരുവനന്തപുരത്തുള്ള കണക്കല്ല. ചിക്കൻ ബിരിയാണി, തലപ്പാക്കട്ടി സ്പെഷ്യൽ മട്ടൻ ബിരിയാണി. ഓ, മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി എന്താ? ദൈവത്തിന് സ്തുതി. അപ്പോ തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി. വേറെ പനീറുണ്ടോ? പനീർ ബിരിയാണി. അതൊരെണ്ണം. ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി അല്ലേ? ചിക്കൻ ബിരിയാണി. തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി. നമ്മളിപ്പോൾ തലപ്പാക്കട്ട് തന്നെ ഒന്ന് കഴിക്കുമ്പോൾ കഴിച്ചു നോക്കട്ടെ. തിരിച്ചെടുക്കുക, സലാഡ് കുറച്ചെടുക്കുക. അവിടുത്തെ കണക്ക് തന്നെ. കൊള്ളാം അല്ലേ?
നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടോ? അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷെ അവിടത്തെക്കാട്ടും കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടോ പോലെ തോന്നുന്നു ഇല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇത് ട്രൈ ചെയ്യാം. ഓക്കെ ഗൈസ്, ഇതാണ് പനീർ ബിരിയാണി. ഇതിനെ നമുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുഴച്ച് ചോറ് വെച്ചിട്ടുണ്ടല്ലേ? നമ്മൾ സാധാരണ വെജ് ബിരിയാണി കഴിക്കുന്ന പോലത്തെ ടേസ്റ്റ് അല്ല, നല്ല ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും ഇത് കഴിച്ച് തീർക്കട്ടെ. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? കൊള്ളാം ഗൈസ്. അതിൽ ചിക്കൻ വെറൈറ്റി ഇല്ല, ചിക്കൻ നല്ല സോഫ്റ്റ്. അവിടെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ചിക്കൻ ആയിരുന്നു, പക്ഷെ ചിക്കൻ ഇല്ല, കുറവായിരുന്നു. പനീർ ബിരിയാണിയുടെ മുകളിൽ കുറച്ച് ഇങ്ങനെയുള്ള ചോറിൽ ചിക്കൻ ഉള്ളെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വാരി അടിച്ചു. ആദ്യമേ ചിക്കൻ എല്ലാം അടിച്ചു കയറ്റി, പക്ഷേ ഒന്നുമില്ല. അവസാനം ചോറ് തിന്നേണ്ടി വന്നു. പനീറും അങ്ങനെയായിരുന്നു, മുകളിൽ മാത്രം ഇട്ടിരുന്നു, അവസാനം എത്തിയപ്പോൾ ഒന്നുമില്ലായിരുന്നു. അത് മാത്രമേ കുഴപ്പമില്ല. നമ്മൾ കുറച്ച് മുട്ടയൊക്കെ എക്സ്ട്രാ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പോണേ? ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വെയിലൊന്ന് കുറഞ്ഞിട്ട് നമ്മൾ പുതിയ സ്ഥലം തേടി നടക്കും. ഓക്കെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു? 3 ദിവസമായി ഇവിടെ വന്നിട്ട് നമ്മൾ എത്ര സ്ഥലത്ത് പോയി? കുറച്ച് സ്ഥലത്ത് പോയില്ലേ? ആകെ ഒരു ബീച്ചിൽ പോയി, ഇന്നലെ IPL കണ്ട്, സ്റ്റേഡിയം പോയി. ബാക്കി ഫുള്ള് നല്ല 3-ാമത്തെ ദിവസം തീറ്റയായിരുന്നു. നമ്മള് IPL എത്ര പേര് കാണാൻ കൊതിക്കുന്നു. ശ്രീകാന്തൊക്കെ ഇന്നലെ കരഞ്ഞ ഈ ഗ്രൂപ്പില്. അയ്യോ, ശ്രീകാന്ത് ഇന്നലെ കരഞ്ഞു. IPL നമ്മള് ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമമായി. ഇവനെ എന്തിനു കൊണ്ടുപോയി എന്ന് ചോദിച്ചു. ഇവനൊരു ക്രിക്കറ്റ് ആരാധകനല്ല, ക്രിക്കറ്റ് ഹേറ്ററാണ്. അത് പിന്നെ അങ്ങേര് കുറച്ച് ബിസി ആയിപ്പോയി, ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ചിലപ്പോൾ ഈ വ്ലോഗ് ഇടുമ്പോൾ എല്ലാവരും തിരക്കും, ശ്രീകാന്തിന്റെ എവിടെയെന്ന്. ശ്രീകാന്ത് കുറച്ച് ബിസി ആയിപ്പോയി, അതൊന്നും വന്നില്ല. പക്ഷെ IPL കാണാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരുന്നു. IPL നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവോന്ന് നമുക്കും അറിഞ്ഞൂടാ. ജസ്റ്റ് ആ സ്റ്റേഡിയം വരെ പോയി നോക്കിയപ്പോൾ പെട്ടെന്ന് സെറ്റായി അങ്ങ് പോയി കയറി. ഇന്ന് ഈ ആഴ്ച കളിയുള്ള കാര്യം പോലും അറിഞ്ഞു. അങ്ങനെയാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വരാം. വെയിലൊന്ന് കുറഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്ലാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അല്ലേ, കുറച്ച് കൂടുതൽ റെസ്റ്റ് ആയി പോയെന്ന് തോന്നുന്നു. 7 മണിയായി പോയി. ബിരിയാണി കഴിച്ചത് ഭയങ്കര കൂടിപ്പോയി, മയങ്ങിപ്പോയി കിടന്ന്. ഇന്നിപ്പോ എന്തായാലും പുറത്തിറങ്ങി നമുക്ക് എവിടെ പോവാം? നമുക്ക് മാളിലൊന്ന് പോയാൽ എന്തെന്ന് ആലോചിക്കുന്നു. അതെ, ചെന്നൈയിലെ നമ്മൾ റിസർച്ച് ചെയ്തപ്പോൾ ചെന്നൈയിലെ വലിയ മാൾ VR മാൾ ആണെന്ന് കേട്ടു. VR ചെന്നൈ എന്ന് പറഞ്ഞ മാളിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇപ്പം പോയി നോക്കിക്കോളാം, ചുമ്മാ പോയി നോക്കാം. ഇനിയിപ്പോ ഒരു ചില്ലിംഗ് ഡേ ആവട്ടെ. അതെ അതെ. നാളെ നമുക്ക് വേറെ എന്തെങ്കിലും വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലും വ്ലോഗ് എടുക്കാം. ഇന്നൊരു ചിൽഡ് വൈബ്. 3 ദിവസമായിട്ട് ചിൽഡ് ആണ്, എന്നാലും കുഴപ്പമില്ല. ഇന്ന് ചിൽഡ്. പോകലാമാ അങ്ങനത്താണ്. ഞങ്ങൾ അങ്ങനെ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ 3 ദിവസമായിട്ട് നമ്മളിപ്പോൾ ചെന്നൈയിലുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടത്തെ? ചെന്നൈയിലെ ആദ്യത്തെ ഇംപ്രഷൻ നമ്മളൊക്കെ അത്ര അങ്ങോട്ട് അല്ലേ, അത്ര ഒരു പ്ലീസിങ് അല്ലായിരുന്നു. ഞാൻ വിചാരിച്ചൊരു ചെന്നൈ ഇങ്ങനെ അല്ലായിരുന്നു, ഞാൻ സങ്കല്പിച്ച ചെന്നൈ ഇങ്ങനെ അല്ലായിരുന്നു. ഇത് കുറച്ച് ആൾക്കാരത്ര ഭയങ്കര ഹോസ്പിറ്റാലിറ്റി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, പക്ഷേ അങ്ങനെ തോന്നിയില്ല. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ 3 ദിവസമല്ലേ ആയുള്ളൂ, നമുക്കിനി നോക്കാം. 3 ദിവസം നമ്മൾ അവിടെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് അല്ലേ ഇവിടെ? ട്രിവാൻഡ്രം വെച്ച് നോക്കണമെങ്കിൽ ഭയങ്കര ട്രിവാൻഡ്രം സ്വർഗമാണ്. ട്രിവാൻഡ്രത്ത് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്ഥലങ്ങളൊക്കെ, പക്ഷേ ട്രിവാൻഡ്രം ഈസ് ബേസിക്കലി ചീപ്പ്. നമ്മളെ നാടും കൂടെ ആയതുകൊണ്ടായിരിക്കും, പക്ഷെ കണ്ടിട്ട് ഒരു സ്വർഗം പോലെ തോന്നും. ഇത് സ്വർഗമൊന്നല്ല, അത് സ്വർഗം. അപ്പോൾ അതാണ് 3 ദിവസത്തെ നമ്മുടെ റിവ്യൂ. പിന്നെ നമുക്ക് ഇതില് നമ്മൾ 3 പേരും തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. നമുക്കിങ്ങനെ ഒരു പ്രോപ്പർ ഗൈഡോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടെ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് അറിഞ്ഞൂടല്ലോ. ഇവിടെ ചുമ്മാ ഇങ്ങനെ ഓരോ ദിവസം ഓരോ പ്ലാൻ ഇടും, അങ്ങ് പോകും, അത്രേ ഉള്ളൂ. പ്ലാനും ഇടാറില്ല, ചുമ്മാ ഇറങ്ങി. ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങനെ ഒരു സാധനം കിട്ടിയില്ല. റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് വന്ന് റെസ്റ്റ് എടുത്തു, പിന്നെ രാത്രി ഇറങ്ങുന്നു, അത്രേ ഇന്നത്തെ ദിവസമേ ഉള്ളൂ. ഇനി നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. അല്ല, ഒരു ആരെങ്കിലും ഒരു ഗൈഡ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ? നമുക്കൊരു ഐഡിയ കിട്ടിയിരുന്നു എന്ത് ചെയ്യണം, ഇന്ന് അത് പോവാം, ഇന്ന് ഇത് പോവാം. ഇത് നമ്മുടെ മെയിൻ ഉദ്ദേശം ഇൻട്രാക്ഷൻ ആയിരുന്നു, അതിന് പറ്റുന്നില്ല. ആൾക്കാരൊന്നും അത്ര ഇന്ററാക്ഷൻ ഫ്രണ്ട്ലി അല്ല.
വളരെ കുറച്ച് പേരേ ഉള്ളൂ അല്ലേ? അത് സത്യം. പിന്നെ നമ്മള് പണ്ടേ ഫ്രണ്ട്ലി അല്ല, അപ്പോൾ നമ്മളും ഫ്രണ്ട്ലി അല്ല, അവരും ഫ്രണ്ട്ലി അല്ല. ഇന്നലെ ഇത് രാത്രി ഓട്ടോ വിളിച്ചപ്പോഴേ പൈസയുടെ കാര്യം ചോദിച്ച് നമ്മൾ ഓട്ടോയ്ക്ക് 130 രൂപ കൊടുത്തു. അപ്പോഴേ 200 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോഴേ 200 രൂപ അപ്പോഴേ എങ്കിൽ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞു. ക്യാൻസൽ പണ്ടേ എന്തൊരു വെയ്ഡാ ഫോൺ ഓട്ടോക്കാരൻ നമ്മളെ വഴക്ക് പറഞ്ഞു. അതൊക്കെയാണ് ഇവിടുത്തെ അതൊക്കെ ദാസിന് വിഷമായി. ഓട്ടോക്കാർ നോട്ടീസ് ചെയ്യാം, ചെന്നൈ ഓട്ടോക്കാർ സ്വീറ്റായി പേസുങ്കോ. അതെ സ്വീറ്റാ പേസിംഗോ. ഈ റെയിൻബോ കളറിലുള്ളതാണ് മാള്. ഇതാണ് ഇവിടുത്തെ വലുത്. ഇതാണ് ഇവിടുത്തെ വലുതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കൊള്ളാം അല്ലേ മാളിന്റെ കളർ? അതെ അതെ. ഇത് പോയിന്റാണെന്ന് അറിയില്ല, എന്തായാലും ഇത് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് കണ്ട തിരിച്ചറിയാം. പല പല കളർ കണ്ടോ, റെയിൻബോ. ഒരു ചെന്നൈ വൈബ് ഉണ്ട്. അതെന്തൊരു ചുമ്മാ വന്ന് കയറുമ്പോ തന്നെ ഉണ്ട് ഇവിടെ ഇങ്ങനെ കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചു. പഴയ 1000 വായിക്കാൻ പറ്റണില്ലേ? അല്ല, 13-ാം നൂറ്റാണ്ടിലെ വിജയനഗർ ഇതിന്റെ ഒരു ഇതാണ്, ശിലാസ്ഥാപനമാണ് ഉദ്ദേശിക്കുന്നത്. സൂപ്പർ. എന്നുവെച്ചാൽ മാളിന് മുമ്പ് നമ്മൾ എൻട്രൻസിന് മുമ്പ് തന്നെ ഇവിടെ ഇരിക്കാനും വെളിയിലൊരു ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും. നമ്മളവിടെയൊക്കെ ഉണ്ടല്ലേ, എംഒടിയിലൊക്കെ ഉണ്ടല്ലേ? എംഒടിയിൽ ഞാൻ ഓർക്കുന്നു, ഉണ്ടെന്ന് തോന്നുന്നു. ഐ ലവ് ചെന്നൈ. ഐ ലവ് ചെന്നൈ. അവർ മാറിയിരുന്നാൽ നമുക്ക് ഫോട്ടോ എടുക്കാമായിരുന്നു. ഇനി നമുക്ക് അകത്തോട്ട് പോയാൽ ഓക്കെ. ഇനി നമ്മൾ ഇവിടെ വായി നോക്കി നടക്കുന്നതാണ്. നമുക്ക് ഫുഡൊക്കെ നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. നമ്മളെ പോപ്പൈസ് അങ്ങനെ നമ്മളവിടെ ഇല്ല. ഇത് അമേരിക്കൻ ഫേമസ് ലൂസിയാന ചിക്കൻ. നമ്മളെ ലുലു മോള് പോലെയൊക്കെ തന്നെ അല്ലേ? അല്ലേ, മാളുകളെല്ലാം സെയിം ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഇത്ര ചെന്നൈ എന്ന് പറഞ്ഞാലും നമ്മുടെ തിരുവനന്തപുരത്തെ ലുലു മാളിന്റെ അത്ര വലുപ്പം ഇല്ല. ഇതൊരു പുതിയ മെത്തേഡാണ് നടന്നത്. എസ്കലേറ്റർ കൂടെ നടന്ന് കയറണം. നമ്മുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അവിടെ ഷൂ വന്നെത്തി റോക്കറ്റ് പോണ കണക്കാണ് പോകുന്നത്. ചെന്നൈ ഇത്രത്തോളം അതെ അതെ. ഇവിടെ കുപ്പി കുപ്പി എടുക്കണം. ടാസ്മാക്ക് എന്ന് വെച്ചാൽ ഇവിടത്തെ ബിവറേജ് ആണ്. ഒന്നും അറിയില്ല. അറിയില്ല, സീരിയസ്ലി അറിഞ്ഞു. ഇന്ന് മെയ്ദിന ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണ് ഗൈസ്. ഇല്ലായിരുന്നെങ്കിൽ ഇവർ കയറി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തേനെ. ഇല്ല, പ്രീമിയം സാധനങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. അത് കാണിച്ചു തരും, അത്രേ ഉള്ളൂ. കാണിച്ചു തരാം. നോക്കൂ, എനിക്ക് ചേട്ടനെ പറ്റി എല്ലാം അറിയാം. എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞില്ല. എനിക്ക് പഠിപ്പിച്ചത് ശ്രീകാന്താണ്. മസാജിങ് നമ്മുടെ മെയിൻ ഐറ്റം. നമുക്ക് മസാജ് ചെയ്യണോ ഗൈസ്? വേണ്ട, ചെയ്യണ്ട. ഉല്ലാസിന് മസാജ് ഇതുവരെ കിട്ടിയിട്ടില്ല, അനുഭവം അറിയില്ല. അതൊന്നാണ്. നിങ്ങൾ ഒരുപാട് മസാജിന് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് മസാജ് ഇതിൽ ഇവിടെ പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ മസാജിനൊന്നും 5 മിനിറ്റ് 300 രൂപ. അത് നഷ്ടമാണല്ലേ. ഒരു റൂം നമുക്ക് ഒരു ദിവസത്തേക്ക് എടുക്കാൻ അല്ലേ? അതെ, 900 രൂപയ്ക്ക് നമുക്കൊരു ചിലപ്പോൾ. ഇതൊക്കെ ദാസന്റെ വായിന്ന് അതാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മള് മിക്കവാറും നമ്മളെപ്പോഴും കണക്ക് കൂട്ടല്ലോ. പാഴ്ചെലവുകൾ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ പറയണമെങ്കിലും ചെറിയ മാളല്ല കേട്ടോ ഇത്. അത്യാവശ്യം നല്ല സൈസ്, ഒരു വലിയ മാള് തന്നെ. ബിഗ്ഗസ്റ്റ് മാളിൽ ചെന്നൈ എന്ന് പറഞ്ഞിട്ട് ചെറിയ അതല്ല നമ്മൾ ഉദ്ദേശിച്ചത് തിരുവനന്തപുരത്ത് നമ്മളെ ലുലു മാള് അല്ല, അതേപോലെയൊക്കെ തന്നെ കേട്ടോ. ലുലു മാളിന്റെ സൈസ് എന്റെ വാക്കുകൾ തിരിച്ചെടുക്കുകയാണ്. ഏതാണ്ട് അതേ സൈസ് ഉണ്ട്. എനിക്കൊന്ന് ലുലു മാളിന്റെ കോൾ വലുതാണോ എന്ന് അത്രയില്ലേ? അത്രയില്ല. ഞാൻ തള്ളി മറിച്ച് കൊണ്ടുവരായിരുന്നു. നമുക്ക് അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ വലുതായിട്ട് ഫീൽ ചെയ്യും. ഇത് അകത്ത് കയറി കഴിയുമ്പോഴേ ഉള്ളൂ, നടക്കാൻ കുറേ ഉണ്ട്. അത് ഈ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ ഒരു ഇതാണ് ഇങ്ങനെ കൂടുതലായിട്ട് തോന്നും. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. എന്താണ് ഇനി അടുത്തത്? ഒരു ചായ കുടിച്ചാലോ? ചായ കുടിക്കാം, കടിയും കഴിയും. നമ്മൾ മേലോട്ട് പോവാണ് ഫുഡ് ഹണ്ടിങ്ങിനായിട്ട്.
ദാസൻ ചേട്ടൻ്റെ മുഖത്തെ പ്രസാദിപ്പ് കണ്ടു. അതെ, ചിലവ് കുറച്ച് മാത്രമേ ഇനി നമ്മൾ വെക്കുകയുള്ളൂ. ഉല്ലാസേ വലിയ കാര്യങ്ങളൊന്നും ചോദിക്കരുത്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിനക്ക് ഭയങ്കര ചിലവ് കുറവായിരുന്നു. ഇവിടെ നിനക്ക് ഭയങ്കര ചിലവ് കൂടുതലാണ് അല്ലേ? ഇവിടെ ഭയങ്കര ഇവിടെ വെജിന് നല്ല എക്സ്പെൻസീവ് ആണ്. പക്ഷെ നല്ല ഫുഡാണ്, നല്ല വെജ് ഡിഷസ് ആണ് കേട്ടോ, പറയാതിരിക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ വെജ് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അതിനനുസരിച്ചിട്ട് വിലയുണ്ട്. നല്ല വെജ് റെസ്റ്റോറൻറ്റ്. നല്ല ആ ഇഡലിയുടെ കൂടെ കിട്ടുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ നാട്ടിൽ ഇല്ല. ഇതൊക്കെ അങ്ങോട്ടും കൂടെ വരണം. ഞങ്ങൾ വെജിറ്റേറിയൻസ് കാത്തിരിക്കുന്നു. അതെ അതെ. ഇതാണ് ഇവിടുത്തെ ഫുഡ് ഏരിയ. ഫുഡ് ഏരിയ നമ്മളവിടുത്തെ പോലെയാണ്. അല്ല, ഭയങ്കര ഡിഫറെൻ്റ്. ഭയങ്കര ഡിഫറെൻറ്റ്. ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞ വി ഫീൽ അഷെയിംഡ്. അല്ല, ഇത് കൊള്ളാം എന്ന് തോന്നുന്നു. സോറി ഇതാണ് നല്ലത് എന്ന് തോന്നുന്നു ഈ ഫുഡ് ഏരിയ കണ്ടിട്ട്. നമ്മളിപ്പോൾ കോഫി കുടിച്ചാലോ, അല്ല ചായ കുടിച്ചാലോ? മദ്രാസ് കോഫി ഹൗസ് ഇത് ഫേമസ് ആണ് കേട്ടോ. ആണല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ മേടിക്കാം. 3 ചായ 2 കടിക്ക് ഗൈസ് 285 രൂപയാണ്. കണ്ണീര് തുടച്ചോ? കണ്ണീരൊന്നും വരണില്ല, എല്ലാം ആവിയായി പോകണം. ചൂടുപെടും. സ്പെഷ്യൽ ടീ 52, ബജി 60 രൂപ. സത്യം പറഞ്ഞാൽ ഇതിനെക്കാട്ടി നല്ല നമ്മളൊരു മറ്റേ ആ ഫ്രൈഡ് ചിക്കനോ അതുപോലെ വാങ്ങിക്കണം അല്ലേ? ഇതിൻ്റെ ചായ ഈ പ്രൈസ് തന്നെ ആവും. കടിക്ക് 4 എണ്ണം ഉണ്ട് ഗൈസ്. 4 കടി. 2 കടിയാണ് അത്ര ഭയങ്കര കൂടുതലൊന്നും പറയാനില്ല. 2 കടിയാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ കണക്ക് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു പ്ലേറ്റ് ഇതേപോലെ തരണമെങ്കിൽ ഓക്കെ, കണക്ക് സീംസ് ഓക്കെ. എന്നാലും പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ 2 എണ്ണം ആക്കണ്ട. സ്പെഷ്യൽ ടീ എങ്ങനെയുണ്ട്? കുടിച്ചോണ്ട് ഇനി സ്പെഷ്യൽ കടി. നീ കഴിക്കും. ഞാൻ മുളക് വടയുടെ ഫാനല്ല. കഴിക്കും. സാധാ മുളക് വട നമ്മളെ നാട്ടിൽ ചായക്കടയിൽ കിട്ടുന്ന സെയിം സാധനം. അല്ലേ ഗൈസ്, നമ്മൾ അന്ന് ജിഗർദണ്ഡ് ട്രൈ ചെയ്തായിരുന്നു. അതെ. അതെ, ഇവിടെ വേറൊരു സാധനമുണ്ട് ബസന്തി എന്ന് പറഞ്ഞിട്ട്. അത് നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഉല്ലാസ് പറഞ്ഞാണ് നല്ലതാണ്. അത് ട്രൈ ചെയ്യാല്ലേ? ട്രൈ ചെയ്യാം. കൊള്ളൂല്ലെങ്കിൽ എന്നെ ഒന്നും പറയല്ലേ. പിന്നെ എന്തെങ്കിലും പറയാം. ദൂരത്തുമായിട്ട് വരുന്നല്ലേ ഇപ്പം. ഞാനൊന്നുമല്ല ഇത്. ഞാൻ ഇതുവഴി പോയപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞാണ് ഇവിടെ ഒരു സാധനം ഉണ്ടെന്ന്. അപ്പോൾ ദാസൻ ചേട്ടൻ ചാടി ഇല്ല ദൂരത്ത് കട്ട് ചെയ്യേണ്ടി വരും അല്ലേ? ഇല്ലായിരുന്നെങ്കിൽ ഭയങ്കര ലാഭമായിരുന്നു. ഇപ്പം എല്ലാം എൻ്റെ തലേ കൊണ്ടുവന്നിട്ട്. ഇതാണ് ഗൈസ് ബസന്തി. നീയാണ് നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യും. നിങ്ങൾ ട്രൈ ചെയ്യും. കണ്ടിട്ട് മണമൊന്നുമില്ല. ബസന്തി എന്തുവാ? പാൽപ്പായസം ഇല്ലേ? അതല്ലേ അന്ന് കഴിച്ചത്. അങ്ങനത്തെ ഒരു ടേസ്റ്റ്. പാൽപ്പായസം അന്ന് കഴിച്ച പോലത്തെയാണോ? ഒരു പേടയുടെ ഒരു ടേസ്റ്റ്. അത് തന്നെ. അമ്പലപ്പുഴ പാൽപ്പായസം. അമ്പലപ്പുഴ പാൽപ്പായസം ഫ്രീസർ വെച്ചായിരിക്കുന്ന അങ്ങനത്തെ ടേസ്റ്റ്. അതാണ് ബസന്തി. ഐസ്ക്രീം ഇതല്ലേ? ഐസ്ക്രീം. ബസന്തി എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ പാൽപ്പായസമാണ് ഗൈസ്. ഐസ്ക്രീമിന് വലിയ വികാരമൊന്നുമില്ല. വിനിച്ചേട്ടൻ അല്ലേ? അതെ ഗൈസ്, ഇത് പേട. നല്ല രുചിയുണ്ട്. ടേസ്റ്റ് ഉണ്ട്. മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഗൈസ്, നമ്മളിവിടെ ഇങ്ങനെ മാളിൽ കൂടെ കറങ്ങി നടന്നപ്പോൾ ഒരു കള്ളത്തരം കണ്ടുപിടിച്ച്. വിനിച്ചേട്ടൻ്റെ ഇതാണ് ചിന്ന വീട് സെറ്റപ്പ് ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കണ്ട
ഒരാളെപ്പോഴും 7 പേരുണ്ടാവുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ എപ്പോ വന്നത്? ഒരാളെപ്പോലെ 7 പേര് ഇരിക്കുന്നത് ആര്? എനിക്കറിയില്ല, தெரியாது. എനിക്ക് தெரியாது. എനിക്ക് തമിഴ് പോലും അറിയില്ല. സത്യം പറ, നിങ്ങൾ ഇവിടെ ആരത്? എനിക്കൊരു പാസ്റ്റ് ഇருக்கு. മറ്റേ എടാ അതേ ഹെയർ സ്റ്റൈല്, ഇത്തിരി പൊടിയൊക്കെ അതേ താടി. ഇത് ഒത്തിരി പൊടിയൊക്കെ അടിച്ചിട്ടേ മറ്റേ ലിയോലെ പോലെ കഴിച്ച് പൊട്ടിയിട്ട്. ഇത് വരച്ച ആൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കായിരുന്നു ഇങ്ങനെ എന്ന് വന്ന് വരപ്പിച്ച് കിടന്ന്. അവിടെ ഇത് അയാളുടെ മൈൻഡിൽ ഇങ്ങനെ വരച്ചതാണ്. അല്ല ഇങ്ങനൊരു സാധനം ഇല്ല. ഇവിടെ എല്ലാം അങ്ങോട്ട് സൂം ചെയ്യണ്ട. എന്നാലല്ലേ അവർക്ക് അറിയാം. അപ്പൊ ഈ ഫോട്ടോയുടെ ഈ ബൈക്കിന്റെ പിന്നിലിരിക്കുന്ന ഗേൾ ഇത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് കരും. മിക്കവാറും വിനുവിന്റെ സോൾമേറ്റ് ആയിരിക്കും. ആയിരിക്കും. ഇന്നലെ പറഞ്ഞ 2 ഭാര്യയിൽ ഒന്ന് ഇതാണെന്ന് തോന്നുന്നത്. മറ്റേ ആളെയും കൂടെ ഇനി കാണിച്ചു തരണം കേട്ടോ. ഡെഫിനറ്റ്ലി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അതെ, ഒരു പുതിയൊരു പൊപ്പായ്സ് നമ്മൾ ഇതുവരെ നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിലില്ല. പക്ഷെ പോപ്പൈസ് ഭയങ്കര ഫേമസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടില്ല. സോറി, ചിലപ്പോൾ ഞാൻ തള്ളിയതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മുടെ നാട്ടിലില്ല, അപ്പോൾ ഇവിടെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഒടുക്കത്തെ തിരക്കായിരുന്നു ഗൈസ്. അങ്ങനെ അവസാനം നമ്മൾ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ഓർഡർ ചെയ്തു 2 പീസ് ക്ലാസിക്, 2 പീസ് സിഗ്നേച്ചർ, 2 പീസ് കൊറിയൻ ട്വിസ്റ്റ്, 2 പീസ് ഹോട്ട് ആൻഡ് പെപ്പർ ചിക്കൻ, അങ്ങനെ എന്താ സാധനം. പിന്നെ 1 പീസ് വെജ് ബർഗർ, പിന്നെ 1 പീസ് 1 ലാർജ് ഓറഞ്ച് ആൻഡ് വിചാരിക്കുന്നത് ഭയങ്കര സെറ്റപ്പാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്. അപ്പോൾ അത് വരട്ടെ, വന്നിട്ട് നമുക്ക് ടേസ്റ്റ് ആണ് മെയിൻ ഉദ്ദേശം. ചെന്നൈ വന്നിട്ട് ഫുഡ് അടി മാത്രമാണ് ഇവരുടെ ഉദ്ദേശം. ഇല്ല അല്ലാതെ സ്ഥലം കാണണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിൽ പോകണമെന്നോ അങ്ങനെയൊന്നല്ല നീ പറ. അല്ലടാ, നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ടിവിറ്റിയിലേക്ക് പോകും. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടറാണ്. നമ്മൾ ചെന്നൈ ആയിട്ട് പരിചരിച്ച് പറഞ്ഞേ ഉള്ളൂ. അല്ല, അത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ പോപ്പൈസ് കൊണ്ടുവരണോ എന്നുള്ള റിസർച്ച് കൂടിയാണ്. അതെ. ചിലപ്പോൾ നമ്മൾ ഈ ടേസ്റ്റ് കണ്ടിട്ട് നമ്മൾ അവിടെ വേണമെങ്കിൽ ഇത് ചെയ്യും, ഫ്രാഞ്ചൈസി എടുക്കാൻ ചാൻസ് ഉണ്ട്. നന്ദുകൃഷ്ണൻ അത് വിഷമാവും അല്ലേ? നന്ദുകൃഷ്ണനെ സജസ്റ്റ് ചെയ്യാം. കൃഷ്ണ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് നോക്കണമെങ്കിൽ. ഓക്കെ, ഇനിയിപ്പോൾ അത് വരട്ടെ. നിങ്ങളെ തള്ളക്കം മതി. ഇത് ഭയങ്കര ഫ്ലേവർഫുൾ ആണെന്ന് തോന്നുന്നല്ലോ. ഇത് മറ്റേ മെക്സിക്കൻ കൊറിയൻ ട്വിസ്റ്റ് പെപ്പർ. ഇത് സിഗ്നേച്ചർ. ഇത് ഫ്രഞ്ച് ഫ്രൈസ്. ഇത് മാംഗോ ടാങ്കി ഓറഞ്ച്. പിന്നെ ഇവിടെ ഒരു ബർഗർ ഇരിപ്പുണ്ട്, വെജ് ബർഗർ. അപ്പോൾ നമുക്ക് ടേസ്റ്റിംഗ് തുടങ്ങിയാലോ? ഓക്കെ, സിഗ്നേച്ചർ വിനിച്ചേട്ടൻ ടെസ്റ്റ് ചെയ്യാണ്. ഫ്ലേവർ ഉണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പുളിയില, വാളം പുളിയാണെന്ന്. കൊള്ളാം. ചിക്കൻ എന്നാലേ ഒരു വെറൈറ്റി ടേസ്റ്റ്. സാധനം വരും. നമ്മുടെ നാട്ടിലില്ല. അത് തന്നെ ഒരു പുളിയില മണം. പുളിയുണ്ട്. ഓക്കെ, അവർ അവിടെ അത് കഴിക്കുമ്പോൾ നമുക്കിവിടെ ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് കുടിച്ച് നോക്കാം. അത് കുടിച്ച് നോക്കിയാൽ മറ്റേ ഒരു ഇതിൻ്റെ ബ്ലാക്ക് സാൾട്ടാണ് ഇട്ടേക്കണേന്ന് തോന്നണല്ലേ? അതൊരു സുഖമില്ല. ഒരു ഓറഞ്ച് ജ്യൂസിൽ മസാല ഇട്ട പോലത്തെ ടേസ്റ്റ് അല്ലേ? ഒരു ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു ചെറിയൊരു പുളിപ്പ്. മസാല അങ്ങനത്തെ സാധനം. അതുപോലെ ബർഗർ ടേസ്റ്റ് ചെയ്യാം. കുഞ്ഞ് ബർഗറാണ് ഇത്. സാധാ ബർഗർ. ഇത് പച്ച. ഇത് എനിക്ക് തോന്നുന്നു ചീരയാണെന്ന് തോന്നുന്നു അല്ലേ? ചീരയല്ല, കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഗ്രീൻ പീസ്. ഇതല്ലേ ചീരയല്ലേ? ചീരയാണെന്ന് തോന്നുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതാ ഗ്രീൻ പീസ് ആണോ? ഗ്രീൻ പീസ്. ചീരയാണെന്ന് തോന്നുന്നു. ആ, ഹെൽത്തിയാണ് ഗൈസ്, ഹെൽത്തി. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. വെജ് ബർഗർ സാധനം കഴിച്ചു നോക്കാം. കൊറിയൻ ട്വിസ്റ്റ് എങ്ങനെ ഇരിക്കും?
സോയ സോസാണ്. സോയ സോസാണ്. ബാർബിക്യൂ സോസാണ്. ബാർബിക്യൂ സോസിൻ്റെ ഭയങ്കര ഫ്ലേവർ. പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ പക്ഷെ വേറിട്ട സാധനമാണ് കേട്ടോ. മറ്റുപോലെയല്ല, KFC പോലെയൊന്നുമല്ല, ഭയങ്കര വ്യത്യാസം. എനിക്ക് ടാങ്കി ഓറഞ്ച് ഇഷ്ടപ്പെട്ടു. ഗൈസ് ഇനി ലാസ്റ്റ് ഇതെന്തോന്നാണ് പേരെന്ത്? പെപ്പർ എന്തോ സാധനമാണ്. അപ്പോൾ ഇതുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. കൊള്ളൂലെന്നോ. ചെറിയ പൈസ മതിയായിരുന്നു. നിങ്ങൾ കഴിച്ചേ? ബുദ്ധിപരമായ ഇതെടുത്ത് കൂട്ടത്തിൽ മോശം എവൻ തന്നെ. കൂട്ടത്തിൽ മോശം, സർട്ടിഫൈഡ് മോശം. അപ്പം റേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ഏതാണ് നല്ലത്? എനിക്ക് ആദ്യം കഴിച്ചത് സിഗ്നേച്ചറാണ്. സിഗ്നേച്ചറാണ് എനിക്ക് ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് വരുന്നെങ്കിൽ സിഗ്നേച്ചർ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാം. കൊള്ളാം, സാധനം കൊള്ളാം. അതെ, നമ്മളെ നാട്ടിൽ കിട്ടാത്തതുകൊണ്ടൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അതെ അതെ. ഓക്കെ, അപ്പം എന്തായാലും കഴിച്ചിട്ട് വരാം. യെസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതായി ഇറങ്ങിയിരിക്കുന്നു. ഇനിയിപ്പം നേരെ നമ്മൾ റൂമിലേക്ക് പോയി പോകുന്നു, റെസ്റ്റ് എടുക്കുന്നു, ഉറങ്ങുന്നു. വീണ്ടും റെസ്റ്റിലേക്ക്. അപ്പോൾ പുതിയൊരു സംഭവമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.